എല്ലാവർക്കും നല്ല നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ചില മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. 182 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. 182 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ഗുജറാത്തിലെ നർമ്മദാ തീരത്തെ സർദാർ സരോവർ അണക്കെട്ടിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ഒരു കൾച്ചർ അറിയും, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ സരോജിനി നായിഡുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികളിൽ പ്രധാനിയും ഇദ്ദേഹം തന്നെയായിരുന്നു. ജാതി സമ്പ്രദായം, അയിത്തം എന്നിവയ്ക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായും ഗോപാലകൃഷ്ണ ഗോഖലെ പ്രവർത്തിച്ചു. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനും ഇദ്ദേഹം തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അഭിപ്രായം ഇദ്ദേഹത്തിന്റെയാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്ന പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവും ഇദ്ദേഹമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃസ്ഥാനവും സുഭാഷ് ചന്ദ്രബോസ് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. ബാലഗംഗാധര തിലക് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ലോകമാന്യ തിലക് എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ഗീതാ രഹസ്യം, ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് എന്നീ പുസ്തകങ്ങൾ ഗോപാലകൃഷ്ണ ഗോഖലെ രചിച്ചതാണ്. കേസരി, മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. മൗലാന അബുൽ കലാം ആസാദ്. ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന വ്യക്തിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫ സമരങ്ങളുടെയും മുൻനിര പോരാളിയായിരുന്നു അബുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് അൽ ഹിലാൽ. പിന്നീട് ഇത് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11. സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത. 1905 ആദ്യ കവിതാ സമാഹാരമായ ഗോൾഡൻ ത്രഷോൾഡ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു തന്നെയാണ്. ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു സരോജിനി നായിഡു. ദി ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ് എന്നിവയായിരുന്നു സരോജിനി നായിഡുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഇന്ത്യ ഡിവൈഡഡ്, സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനിന്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ് ഖുദായി ഖിദ്മത് ഖാൻ. ചുവന്ന കുപ്പായക്കാർ എന്നും ഈ സംഘടനയിലെ ആൾക്കാർ അറിയപ്പെട്ടിരുന്നു.